ഹരി ഓം. നാരായണീയത്തിലെ ദശകം 26 ഗജേന്ദ്രമോക്ഷം. പ്രസിദ്ധമായ കഥയാണ് ഗജേന്ദ്രമോക്ഷം. ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് ആനയായിട്ട് ജനിക്കുന്നതും ആ ആനയ്ക്ക് ഭഗവാൻ ഹൂഹു എന്ന ഗന്ധർവൻ മുതലയായിട്ട് ജനിക്കുന്നു. ആ രണ്ട് ജീവികൾക്കും, അതായത് ആ ആനയ്ക്കും മുതലയ്ക്കും ജീവൻ മുക്തി കൊടുക്കുന്നതായിട്ടുള്ള കഥയാണ് ഗജേന്ദ്രമോക്ഷം. വളരെ പ്രസിദ്ധമായ കഥ എന്ന് തന്നെ പറയാം. ഒരു ജീവിക്ക്, അതായത് ഒരു മനുഷ്യനല്ലാത്തൊരു ഒന്നിന് മോക്ഷം കിട്ടുന്ന, പൂർണ്ണമായിട്ട് മോക്ഷം കിട്ടുന്ന എന്ന് പറയുന്നത് ഈ കഥ മാത്രമേ ഭാഗവതത്തിലുള്ളൂ. എന്ന് വെച്ചാൽ ആ ഭഗവാനെ സ്തുതിക്കുന്നത് കേട്ടുകൊണ്ട് വന്ന് ഭഗവാൻ രക്ഷിച്ച കഥ. വേറെ പലതും മോക്ഷം ലഭിക്കുന്നുണ്ട് അവിചാരിതമായിട്ടുമൊക്കെ. പക്ഷേ ഇത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നുള്ള ആ ഒരു മന്ത്രം ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവായിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ അറിവ് വെച്ച ആ ജ്ഞാനവും അന്ന് ഉപാസിച്ചതിൻ്റെ ഓർമ്മ പുനർജന്മത്തിൽ, അത് മുൻജന്മത്തിലെ ഓർമ്മ പിന്നീടുണ്ടായ ജന്മത്തിൽ ഓർത്ത് വച്ചിട്ട് ആ താമരപ്പൂ കൊണ്ട് ഭഗവാൻ ഒരു അർച്ചന നടത്തിക്കൊണ്ട് ഭഗവാനെ വിളിക്കുക. എല്ലാവരും പോയി, ഇനി ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ഇനി ആരും വരികയില്ല എന്നുള്ള ഉറപ്പ് വന്നപ്പോഴാണ് ഭഗവാനെ വിളിക്കാൻ തോന്നിയത്. ആ വിളി ഭഗവാൻ അവിടെ കേട്ടു. ഉടനെ തന്നെ ഗരുഡോപരി വന്ന് ഭഗവാൻ ഈ മുതലയെ അതിനും മോക്ഷം കൊടുത്തു. അതിന് വേറൊരു കഥയുണ്ട്. അതിനും മോക്ഷം കൊടുത്തു. ഈ ഗജേന്ദ്രനും മോക്ഷം കൊടുത്തു. അതൊരു നമ്മളുടെ സാധാരണ ആചാര്യന്മാർ പറയുന്ന കഥ, അതിനകത്ത് ഉള്ളിലുള്ള കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ഈ ഗജേന്ദ്രൻ. ആ മനുഷ്യരായ എല്ലാവരും തന്നെ ഗജേന്ദ്രന്മാരാണ്. ഒരു പൂർവ്വജന്മവും അവർക്കുണ്ടാകും, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഒരു സ്മൃതി ഉണ്ടാവും. കുറച്ചൊക്കെ ഭാഗവതവും കൃഷ്ണകഥകളും ഒക്കെ കേട്ട് നാമം ജപിച്ചൊക്കെ ഒരു പൂർവ്വ വൃത്താന്തം ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ ബാല്യകാലത്തിലുണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ യൗവനകാലത്തിലെ ആ തിരക്കുകളിലും നമ്മുടെ തന്നെ ഒരു ഗർവിലും അഹങ്കാരത്തിലും ഒക്കെ പെട്ട് നമ്മൾ ഭഗവാനെ വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യമായി എല്ലാ ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും തന്നാലാവുന്നതെല്ലാം ചെയ്തു, മക്കളും കുഞ്ഞുമക്കളും ഭാര്യയും ഒക്കെ എല്ലാവരും നമുക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടും നമ്മുടെ വേദനകൾക്കും ഒന്നും ഒരു അറുതി വരാൻ പറ്റാതെ, അതായത് നമ്മളെ രക്ഷിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല, മെഡിക്കൽ സയൻസും അവരെ കൈവിട്ടു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഭഗവാന്റെ കടന്നുവരവും ഭഗവാൻ ജീവനെ മുക്തി നൽകുന്നതുമായിട്ടുള്ള കഥയാണിത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത്. നമ്മൾ തന്നെയാണ് ഇന്ദ്രദ്യുമ്നനും മുതലയാകുന്നത് പ്രാരബ്ധങ്ങളും. ഈ മുതല പിടിച്ച് വലിച്ച് നമ്മളെ പ്രാരബ്ധത്തിലേക്ക് തള്ളിയിടുകയാണ്. പക്ഷേ നമ്മൾ തന്നെ ശ്രമിക്കുന്നുണ്ട്, കൂട്ടമായിട്ട് ശ്രമിക്കുന്നുണ്ട് കരകയറാൻ, പക്ഷെ പറ്റുന്നില്ല. അവസാനം ആര് വരേണ്ടി വന്നു? നാരായണൻ വരേണ്ടി വന്നു രക്ഷപ്പെടുത്താൻ. ഈ കഥയൊന്നും പറഞ്ഞില്ലെങ്കിൽ നാരായണീയത്തിൻ്റെ ഒന്നും ആവുന്നില്ല. അത് നാരായണീയത്തിലെ ഒരു ശ്ലോകം, ഒരു അധ്യായം നമ്മൾ ദശകം ഒന്ന് വായിച്ചാൽ മരണാസന്നരായിട്ട് കിടക്കുന്നവരുടെയൊക്കെ അടുത്ത് ഇരുന്നത് ഇതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് കേൾക്കാനൊന്നുമല്ല, നമ്മളുടെ ഒരു മനസ്സിന് ഒരു സന്തോഷത്തിന്. അവരും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ, മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ, അങ്ങനെയൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് നമുക്ക് വായിക്കാം, പാരായണം ചെയ്യാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ, ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജഃ. പിന്നെ വെട്ടുക. ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത്, ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. ഒന്നുകൂടെ വായിക്കാം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യ ഖണ്ഡാധിരാജഃ, ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത്, ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. കുംഭോദ്ഭൂതി
സംഭൃതക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാത് സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം ത്വസ്മൃതി ഇടുക വ്യക്തിധന്യം കുംഭോദ്ഭൂതി സംഭൃതക്രോധഭാരഃ അവിടെ സ തന്നെ വേണം കേട്ടോ. ഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യഗാത് സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തിധന്യം ദുഗ്ധാംബോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ ദുഗ്ധാംബോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്തിയ ജന്തൂൻ നാക്കുക എന്നിട്ട് വർത്തിഷ്ടശക്തിയ എന്ന് വായിക്കുക. ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ ഉത്കർഷലാഭ നോത്കർഷലാഭയായതാ. ഒന്നുകൂടെ വായിക്കാം. ദുഗ്ധാംബോധേർ അവിടെ നിർത്തുക. മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ സ്വേന സ്തേംന ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാൻ നാക്കുക. പിന്നെ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃസരസ്യാം യൂഥൈ സാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ. എന്നൂടെ സ്വേന സ്തേംന ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമതാന്തഃസരസ്യാം യൂഥൈ സാർത്ഥം ത്വത്പ്രണുന്നോഭിരേമേ. ഹൂഹൂസ്താവദ് ദേവലസ്യാപി ശാപാദ് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനഃ. ഗ്രാഹീഭൂതഃ തജ്ജലേ എന്നേ ഉള്ളൂ. അസ് അവിടെ ഒന്നിച്ച് വായിക്കുമ്പോൾ വരുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കാം. അല്ലെങ്കിൽ ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന അവിടെ ഭൂത കഴിഞ്ഞ് നിർത്തിയിട്ട് തജ്ജലേ എന്ന് വായിക്കാം. അല്ലെങ്കിൽ ഒന്നിച്ച് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. കിട്ടിയോ? ഹൂഹൂസ്താവദ് ദേവലസ്യാപി ശാപാദ് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ത്വൽസേവായ വൈഭവാദ്ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം. യുധ്യന്തം തം എന്നുണ്ട്. രണ്ട് തം കൊണ്ട് പറയുന്നുണ്ട്. യുധ്യന്തം പിന്നെ ഒരു തമ്മും കൂടെ. യുധ്യന്തം തം അവിടെ നിർത്തുക. വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം യഥാസ്ത്വം. ഒന്നും ഇതിനകത്ത് തിരുത്താനില്ല കേട്ടോ. ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോത്ക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം
സോന്വഗാദീത് പരാത്മൻ. ആർത്തി വ്യക്ത, ഇവിടെ നിർത്തുക. പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ. പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം. അത് സ്തോത്ര തന്നെയാണ് കേട്ടോ, സ വേണം. സോന്വഗാദീത് പരാത്മൻ, ആ പൂർവജന്മത്തിലെ ഓർത്ത്, പൂർവാഭ്യസ്തം പൂർവജന്മത്തിൽ പഠിച്ചതോർത്ത് ആ സ്തോത്ര ശ്രേഷ്ഠമായ ആ സ്തോത്രം, ഭഗവാനെക്കുറിച്ചുള്ള അത് സ്തോത്രം ചൊല്ലി. പുണ്ടരീകൈ സമർച്ചൻ, പുണ്ടരീക താമരപ്പൂവ് സമർപ്പിച്ചുകൊണ്ട്. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത്. കാരുണ്യവേഗാത്. താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. താർക്ഷ്യാരൂഢ, ഗരുഡന്മേൽ പെട്ടെന്ന് തന്നെ വന്നു. ശ്രുത്വാ സ്തോത്രം, സ്തോത്രം കേട്ടിട്ട്. നിർഗുണസ്ഥം സമസ്തം, എല്ലാം മുഴുവനായിട്ട്. ബ്രഹ്മേശാദ്യൈർ നാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത്. പെട്ടെന്ന് കാരുണ്യം ഉണ്ടായിട്ട് ഭഗവാന് പെട്ടെന്ന് തന്നെ. താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. ഭൂപുരസ്താത് അങ്ങനെ വായിക്കണം. ഹസ്തീന്ദ്രം തം ഹസ്തപദ്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരീഃ ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വസാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഭഗവാന്റെ സാരൂപ്യമുക്തി ലഭിച്ചു. ഹസ്തീന്ദ്രം തം ഹസ്തപദ്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരി, അതായത് മുതലയെ കൊന്നു. ചക്രേണ, ചക്രം കൊണ്ട് നക്രനെ കൊന്നു. വീരനായ നക്രനെ കൊന്നു. ഗന്ധർവേസ്മിൻ, ഒരു ഗന്ധർവനായി തീർന്നു. ഹൂഹു എന്ന ഗന്ധർവനാണ് ഈ ശാപം കൊണ്ട് നക്രമായിട്ട്, മുതലയായിട്ട് ഈ സരസിൽ വന്ന് കിടന്നത്. അപ്പം അതിനും മുക്തി കിട്ടി. ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി, ഹസ്തിയോട് കൂടി. ഹസ്തി എന്ന് പറഞ്ഞാൽ ആന, ആനയ്ക്കും കിട്ടി സാരൂപ്യം. ത്വത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. എന്നോട് വായിക്കാം. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം.